ഡി ഡി ഷിജി എഴുന്നേറ്റേ. ഡി ഡി എഴുന്നേറ്റേ. ഡി എത്ര മണിയായി? 4:20. 4:20? ഇന്ന് ഞായറാഴ്ച അല്ലേ, കുറച്ചേരം കൂടി കിടന്ന് ഉറങ്ങട്ടേന്നേ. എഴുന്നേക്ക്, നമുക്കൊന്ന് പാലക്കാട് വരെ പോകാം. പാലക്കാടാ? ഞാനൊന്നുമില്ല. എഴുന്നേക്കടി, പോയിട്ട് വരാം. വരാ. എനിക്ക് കുക്ക് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാക്കി തരുവോ? തരാം. എന്നാ പോകാം. അവന്മാരെയും കൂടി വിളിച്ച് എഴുന്നേപ്പിക്ക്. വിളിക്കാം. അതേ, എവിടെ പോണ്? ദേ ഈ മുണ്ടും കൂടി ഒന്ന് എടുത്തെടുത്തോണ്ട് പോ. ഇവിടെ കൊണ്ടുവാ. എടാ ജോച്ചു, ജ്യോതി, എഴുന്നേറ്റേ എഴുന്നേറ്റേ. ഇതെന്താണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ചോദിച്ചു, നീ ഉറക്കം തോന്നണേണാ? അങ്ങനെ ആലുവ കഴിയാറായി. അടുത്തത് ഇനി അങ്കമാലി. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കഥ പറഞ്ഞാലോ? ഏതായാലും ഒരുപാട് ഓടേണ്ടതല്ലേ. തുടങ്ങട്ടെ ഷിജി കഥ? കഥയിലും നല്ലത് പാട്ടായിരുന്നു. കഥ കേട്ടിട്ട് ഇനി ഓടിക്കുന്ന ആൾ ഉറങ്ങാണ്ടിരുന്നാ മതിയായിരുന്നു. പാട്ട് വേണേ ഞാൻ പാടാം. അയ്യോ, ചതിക്കല്ലേ ചതിക്കല്ലേ. കഥ തന്നെ പോരട്ടെ, കഥ തന്നെ പോരട്ടെ. അതാണ് ഞാൻ പറഞ്ഞ കഥ പറയാം. എന്നാ ഞാൻ കഥ പറയാം. ജോച്ചു, നീ വണ്ടി ഓടിച്ചോ, കഥ ശ്രദ്ധിച്ചാ മാത്രം മതി. ഇവിടെ അധികം ശ്രദ്ധ കൊടുക്കണ്ടേ, റോഡും ശ്രദ്ധ വേണേ. അതായത് നമ്മ പാലക്കാട്ടേക്ക് പോണേല്ലേ. പാലക്കാട്ടുള്ള ഒരു രാമസ്വാമി എന്ന് പറഞ്ഞ ഒരാള് അമേരിക്കയിൽ ഒരു കമ്പനിയിൽ ജോലി എടുക്കുന്നുണ്ടായിരുന്നു. ആ കമ്പനിയിൽ 50 മാനേജർമാരിൽ ഒരാളായിരുന്നു ഈ രാമസ്വാമി. അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. പൊതുവെ മലയാളികളെല്ലാം സത്യസന്ധന്മാരാണല്ലോ, പ്രത്യേകിച്ച് പാലക്കാട്ടുകാര്. ആ കമ്പനിയുടെ CEO റിട്ടയർ ആകാറായിരുന്നു. അയാളുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അയാൾ അവിടുത്തെ എല്ലാ മാനേജർമാരെയും മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചു കൂട്ടി. കൂട്ടത്തിൽ നമ്മുടെ രാമസ്വാമിയും ഉണ്ടായിരുന്നു. മലയാളി ആയതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മാനേജർമാരെല്ലാവരും അവിടെ ഒത്തുകൂടി. 50ഓളം പേര് വരുമായിരുന്നു. അയാൾ CEO പറഞ്ഞു, എനിക്ക് റിട്ടയർ ആകാറായി. എനിക്ക് പകരക്കാരൻ ഒരാളെ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കണം. അതിന് ഞാൻ ഒരു തന്ത്രം ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങളിൽ ആരാണ് മിടുക്കന്മാരെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം കണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുവാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഇവിടെ 50ഓളം വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ, വെജിറ്റബിൾസിൻ്റെ, അങ്ങനെ പല വിധത്തിലുള്ളത്. ഇത് ഓരോ വിത്ത് വിധം നിങ്ങൾക്ക് എടുക്കാം. അത് ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോന്നേ എടുത്താൽ മതി. എല്ലാവരും വരിയായി വന്ന് ഓരോ വിത്തുകൾ എടുത്തു പൊയ്ക്കൊള്ളുക. നിങ്ങൾക്ക് 1 വർഷം സമയം ഞാൻ തരുന്നു. ഈ വിത്ത് കൊണ്ടുപോയി മുളപ്പിച്ച് അതിൽ നിന്നുള്ള ഏറ്റവും നല്ല ഫലം കൊണ്ടുവന്ന് തരുന്ന ആൾക്ക് എനിക്ക് പകരം CEO ആകാം. എല്ലാവരും സൂക്ഷിച്ച് ഭംഗിയായി ഏറ്റവും നല്ല ഫലം കൊണ്ടുതരാൻ ശ്രമിക്കുക. എല്ലാവരും ഓരോ വിത്തും എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളോടൊത്ത് ഈ കഥ മുഴുവൻ പറഞ്ഞ് അവരോട് പറഞ്ഞു, നല്ല ഫലമുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഞാനായിരിക്കും അടുത്ത CEO. അങ്ങനെ എല്ലാവരും കഠിനാധ്വാനം തുടങ്ങി. ഏകദേശം 1 വർഷത്തോളമായി. CEO എല്ലാവരെയും വിളിച്ചു ചേർത്തു. നാളെ നിങ്ങളുണ്ടാക്കിയ ഏറ്റവും നല്ല ഫലവുമായി ഇവിടെ വരിക. എല്ലാവരും വിധത്തിലുള്ള ഫലങ്ങളുമായി എത്തിച്ചേർന്നു. വലിയ ഫലം, ചെറുത്, ടേസ്റ്റ് ഉള്ളത്, പുളിയുള്ളത്, അങ്ങനെ ഒത്തിരി എല്ലാം CEO നോക്കിക്കണ്ടു. പക്ഷേ നമ്മുടെ പാലക്കാട്ടുകാരൻ രാമസ്വാമി മാത്രം കൊണ്ടുപോയ വിത്ത് അതേപോലെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. രാമസ്വാമിയെ നോക്കി എല്ലാവരും പുച്ഛിച്ചു കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ക്ഷമയില്ലാത്തവൻ, അധ്വാനമില്ലാത്തവൻ, അങ്ങനെ പല കുത്തുവാക്കുകളും പറഞ്ഞു. രാമസ്വാമി ഇതൊന്നും ശ്രദ്ധിക്കാതെ
തലയും കുമ്പിട്ട് തന്റെ കസേരയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. അയാൾ എന്ത് മണ്ടനാണ്. അയാൾക്ക് കടയിൽ നിന്ന് ഒരു നല്ല ഫ്രൂട്ട് വാങ്ങിച്ചു കൂടെ കൊടുക്കാൻ പാടില്ലായിരുന്നാ? ആ, അതാണ് മറ്റുള്ള മാനേജർമാര് ചെയ്തത്. അവര് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നല്ല പലതരത്തിലുള്ള പല ടേസ്റ്റ് ഉള്ളതൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് വെച്ച് കൊടുത്തു. നീ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമാന്മാരും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതാണ് മലയാളി. രാമസ്വാമി സത്യസന്ധനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അയാൾക്ക് അങ്ങനത്തെ കാപഡ്യൊന്നും ഉണ്ടായിരുന്നില്ല നിന്നെ പോലെ. സിഇഒ എല്ലാവരും കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ ചെക്ക് ചെയ്തു തൃപ്തിപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും നല്ലോണം കഠിനാധ്വാനം ചെയ്തു എന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ രാമസ്വാമി എന്താ ഒന്നും കൊണ്ടുവരാണ്ടിരുന്നേ? രാമസ്വാമി ഞാൻ തന്നുവിട്ട വിത്ത് അതേപടി തിരിച്ചു കൊണ്ടുവന്ന് തന്നല്ലോ. രാമസ്വാമി ഇത് കുഴിച്ചിട്ടില്ലായിരുന്നോ? ശ്രദ്ധിച്ചില്ലായിരുന്നല്ലേ? മടിയനാണല്ലേ താങ്കൾ? ഇത് കേട്ട് എല്ലാവരും രാമസ്വാമിയെ പുച്ഛിച്ച് ചിരിക്കാൻ തുടങ്ങി. അത് അട്ടഹാസമായി മാറി. സിഇഒ ഒച്ചെടുത്ത്, സൈലന്റ് പ്ലീസ്. നിശബ്ദത പരന്നു. നിങ്ങൾ അയാളെ പുച്ഛിച്ചു തള്ളാൻ വരട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത സിഇഒ ആരാണെന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഒന്നും കൊണ്ടുവരാതിരുന്ന രാമസ്വാമിയാണ് അടുത്ത സിഇഒ. കാരണം എന്തെന്നല്ലേ? ഞാൻ നിങ്ങൾക്ക് തന്നുവിട്ട വിത്ത് എല്ലാം ബോയിൽ ചെയ്ത് എടുത്തു വെച്ചതായിരുന്നു. അതൊരിക്കലും നട്ടാൽ മുളക്കില്ലായിരുന്നു. നിങ്ങളുടെ സത്യസന്ധതയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു ട്രിക്കായിരുന്നു അത്. അതിൽ വിജയിച്ചത്, സത്യസന്ധമായി എന്നോട് പെരുമാറിയത് നമ്മുടെ രാമസ്വാമിയാണ്. അതുകൊണ്ട് രാമസ്വാമിയെ ഞാൻ അടുത്ത സിഇഒ ആയി ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇത് കേട്ട് ആദ്യം എല്ലാവർക്കും രാമസ്വാമിയോട് കുശുമ്പ് തോന്നിയെങ്കിലും പിന്നെ നമ്മുടെ മലയാളിയായ രാമസ്വാമിയുടെ സത്യസന്ധതയോർത്ത് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അടുത്ത സിഇഒ ആകാൻ അയാൾ തന്നെയാണെന്ന് എല്ലാവരും ആർത്ത് വിളിക്കുകയും ചെയ്തു. സന്തോഷവാനായ രാമസ്വാമി അടുത്ത സിഇഒ ആയി ആ കമ്പനിയുടെ ചാർജ് എടുത്തു. എന്തായി, കഥ ഇഷ്ടമായില്ലേ? ആ, കൊള്ളാം. ഇങ്ങനെ ഒരു ട്വിസ്റ്റുള്ള കാര്യം ശ്രദ്ധിച്ചു പോലുമില്ല. അതാണ് മലയാളികളുടെ ഗുണം. മലയാളി എന്ന് പറഞ്ഞാൽ മലയാളി. ഓ, നമ്മൾ എത്താറായി. വിൻസിയുടെ വീട്, ഞങ്ങളുടെ അനുജത്തി. അവൾ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. മതില് ചാടിക്കേറി കോളിംഗ് ബെല്ലടിച്ച് പറ്റിക്കാം. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലേ, പെട്ടെന്ന് ഞെട്ടിപ്പോവും. എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. അമ്മച്ചിയും ജോഷിയൊക്കെ വരുവോ? ആ, അവരെല്ലാരും വരും. ജോഷിയും വരും, പിള്ളേരും ഒക്കെ വരും. എല്ലാരും കൂടി രസമായിരിക്കും. ഓരോ വണ്ടിക്കായിരിക്കും വരണേന്ന് മാത്രം. അയ്യോടാ, അവർ എഴുന്നേറ്റിട്ടും കൂടി ഇല്ലല്ലോ. ഗേറ്റ് പോലും തുറന്നിട്ടില്ല. ജ്യോതി, ചാടിക്കോ. ഞാനേ ഇന്ന് നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. സഞ്ജു, അമ്പോ, രണ്ട് സുന്ദരി കോഴികൾ കിടക്കണുണ്ടല്ലോ. ഇവള് നമുക്ക് വേണ്ടി ഇട്ടേക്കണേന്ന് തോന്നണ്. ഇറച്ചിക്കോഴിയാണെന്ന് തോന്നണ്. എന്തായാലും ഇന്ന് ശരിക്ക് ആഘോഷിക്കാൻ വകയുണ്ട്. ഇവിടെ ഒരു പൂവൻകോഴിയും കാണുന്നു ഇവിടെ. ആ പൂവൻകോഴി ലക്ഷ്യമിട്ടാണ് നമ്മൾ വന്നത് തന്നെ. ഇല്ലടാ, പിടിക്കാൻ നീ പിടിക്കാൻ ചെല്ലി അപ്പൊ ഓടും. ആ, അത് ഓടും. ഓടോടാ. ചോദിച്ചു, ഇത് അമ്മിച്ചു വന്നടാ, ഗേറ്റ് തുറന്നു കൊടുത്തേ. ഷിജിനെന്താ എല്ലാരും സുന്ദരിക്കുട്ടി എന്ന് വിളിക്കണത്? നല്ല നാടൻ കുരുമുളക്, പച്ചക്കുരുമുളക്. ഇത് കോഴിയിൽ അരച്ച് പുരട്ടിയാൽ ടേസ്റ്റ് വേറെയാണ്. ഷിജിനെ വിളിച്ച് ഇതൊന്ന് പറപ്പിച്ചെടുക്കാം. ഷിജി, നിനക്ക് വേണമെങ്കിൽ ഇതേ പച്ചക്കുരുമുളക് പറിച്ചോ, അരച്ച് കോഴിക്ക് വെക്കാം. എടിക്ക് വന്നേടി ഷിജി. ആവശ്യത്തിന് പറിച്ചെടുത്തോ എന്നും പറഞ്ഞ് അധികം പറിക്കണ്ട കേട്ടാ. ഒരു 3-4 കൊല പറിച്ചെടുത്തോ. നിനക്ക് ആവശ്യമുള്ളത് 3 കോഴി ഉണ്ടാവും. ആ 3 കോഴിക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ വെച്ചാൽ പറിക്കും.
ഇതിനധികം എരിവൊന്നും ഉണ്ടാവൂല, ഒരു പച്ച കളർ കിട്ടും, അത്രേ ഉള്ളൂ. ആ മതി മതി, നീ പോയി ആ കോഴിനെ റെഡിയാക്കാൻ നോക്ക്. മതിയടി. ഓ എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. മതിന്ന്. നിങ്ങളെ കാണും. ഇല്ല ഇല്ല. എന്തൊരു ഇതില്ലാത്ത കോഴിക്ക് നിറകെ പോയി മതി മതി വയറ് നിറഞ്ഞ ചാവട്ടെ. എടി നീ ആദ്യം ഒന്ന് പല്ലിയ എന്നെ കൊണ്ടോണ കൊല്ലാൻ കൊണ്ടോണം. ഞാൻ വെച്ച കശുമാണ്ടി പൊളിച്ചിട്ട് ഇവിടെ അങ്ങനെ ഷിജി എന്ന ആരാച്ചാർ കോഴിയെ കൊന്നിരിക്കുകയാണ്. കോഴിനെ കൊല്ലണത് എന്തായാലും ക്യാമറയിൽ എടുത്തില്ല. വെള്ളത്തിൽ മുക്കി കൂടെ വരയ്ക്കൽ തുടങ്ങി. 2 സുന്ദരി കോഴി, ഒരു കരിങ്കോഴി ക്രോസായ പൂവനാണ് കേട്ടോ. ഇത് 3 കോഴിനെയും ഷിജി ക്ലീനാക്കി നല്ല ഭംഗിയാക്കി ഒരുക്കി തരും. എന്നെ പൊളിച്ചോ എന്ന് പറഞ്ഞാണ് കോഴി കിടക്കണം. എന്നെ ചൂടുവെള്ളത്തിൽ മുക്കി തിരിച്ചും മറിച്ചും മുക്കി. ഇനി ഒരു പൂടവറിയുണ്ട്. ഷിജിയുടെ പൂടവറി കാണാൻ തന്നെയുണ്ട്. നോക്കിയോ, ടിം ടിം ടിം. എന്ത് എക്സ്പേർട്ടാണെന്ന് നോക്കി. ജനിച്ചു വീണപ്പോൾ ഷിജി കോഴിനെ പൊറിക്കാൻ തുടങ്ങിയെന്ന് തോന്നണം. അതാണ് ഇത്ര എക്സ്പീരിയൻസ്. ഭയങ്കര സ്പീഡ്. കൈ വെള്ളമുണ്ടെന്ന് തോന്നുന്നു. ചൂടുവെള്ളം വരുന്നു. എന്നാലും സാരില്ല, തൊലി ഉള്ള ചിക്കൻ തിന്നണമെന്നൊരാഗ്രഹമുണ്ട്. അറിയോ നിങ്ങൾ പോക്കി പിടിച്ചാൽ ഒരു ഫോട്ടോ എടുത്തേ. ഇത് നാടൻ പൂവൻകോഴി, കരിങ്കോഴിയുടെ ക്രോസ് ആണെന്ന് തോന്നുന്നു. കറുത്തിട്ടിരിക്കണം. ഇതിനെ നമുക്ക് പൂട പറിച്ചും കട്ടെടുക്കാം. ഇത് നാടനായതുകൊണ്ട് മാംസം കുറച്ച് കട്ടിയായിരിക്കും. എന്നാലും സാരമില്ല, നാടൻ കോഴി ചുട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ആഹാ, 2 പെടയുടെ കൂടെ ഒരു പൂവ്. തുണി ഉലിഞ്ഞിങ്ങാണ്ട് റെഡിയാക്കി എടുക്കാം. കയ്യും പൊക്കി പിടിച്ച് കിടക്കണ കിടപ്പ് കണ്ട. ഷിജിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. മറ്റേ സ്പീഡിൽ ചെയ്യണ്ടല്ലോ. ചെയ്തല്ലേ സ്പീഡാവണത്.
അങ്ങനെ ചിക്കൻ 3ഉം ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നടുവേ പൊളിച്ചതിന് ശേഷം മസാല പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും മസാല പിടിക്കും, വേകാനും ഉള്ളിലൊക്കെ വേവെടുക്കാനും എളുപ്പമാണ്. ഇനി ഇത് തേച്ച് പിടിപ്പിക്കാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം, കുറച്ച് വെളുത്തുള്ളി അല്ലി, കുറച്ച് ഉള്ളി, പിന്നെ നമ്മൾ പറിച്ചെടുത്ത പച്ച കുരുമുളക്, ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമുളക്. ഇതിൻ്റെ കൂടെ ഇത് 2 സ്പൂൺ ചിക്കൻ മസാലയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് അരച്ചെടുക്കാം മിക്സിയിൽ. അരച്ച് റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കോഴിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് തേച്ച് പിടിപ്പിക്കുന്നത്. ചൂടാണ് നമ്മൾ അതിനകത്താണ് അരപ്പെല്ലാം കൂടി മിക്സ് ചെയ്ത് കോഴിയിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം. അപ്പം മസാലയൊക്കെ ശരിക്ക് പിടിക്കും. ഇതിന് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണേ. 1 സ്പൂൺ മതി. അരപ്പ് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോയിലിംഗ് പേപ്പർ പൊതിഞ്ഞെടുക്കാം. ഒരു തരി ഗ്യാപ്പില്ലാതെ അത് മടക്കി ഒതുക്കി നമുക്ക് എടുക്കാം. ഫോയിലിംഗ് പേപ്പർ ആയതുകൊണ്ട് തീ എന്നാലും പൊട്ടിപ്പൊളിഞ്ഞൊന്നും പോകില്ല, ചൂടും പോകില്ല. ചൂട് അവിടെ നല്ല ശരിക്ക് പിടിച്ചു നിന്നോളും. ഇനി രണ്ടാമത്തെ ചിക്കൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കൂടാതെ 2 മുട്ടയുടെ വെള്ള, മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. ഇത് പഴയ പോലെ തന്നെ അരച്ച് റെഡിയാക്കി എടുക്കാം. അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അരപ്പ്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കോഴിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇതിൽ 1 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യണേ. ഒരു വലിയ പാത്രത്തിലേക്ക് ആദ്യം മുട്ടയുടെ വെള്ളം ഒഴിക്കാം. പിന്നെ പൊടികളും ഉപ്പും അരച്ചു വെച്ച മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലവണ്ണം എടുക്കാം. ഈ മിക്സാണ് കോഴിയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്.
ഇനി നമുക്ക് മൂന്നാമത്തെ കോഴിയുടെ മസാല റെഡിയാക്കാം. കാഷ്യൂനട്ട്, കുരുമുളക് ഇത് രണ്ടും കൂടി പൊടിച്ച് ആദ്യം എടുക്കാം. കാഷ്യൂനട്ട് കൂടുതലെടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും. 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്. ഒരു വലിയ പാത്രം എടുത്തിട്ട് ചെറുനാരങ്ങ നീര് ആദ്യം നമുക്ക് കുരു കളഞ്ഞ് പിഴിഞ്ഞൊഴിക്കാം. അതിലേക്ക് നമ്മുടെ പൊടികളും കുരു വീണുണ്ട് അതെടുത്ത് കളയണേ. ഇനി നമ്മുടെ പൊടികൾ അരച്ചു വെച്ച കാഷ്യൂനട്ടും കുരുമുളകും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് കൂടിയാൽ ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മസാലയാക്കി എടുത്ത് നമ്മുടെ മൂന്നാമത്തെ ചിക്കന് തേച്ച് പിടിപ്പിക്കാം. കാഷ്യൂനട്ട് ആഡ് ചെയ്തേക്കണോണ്ട് ഈ ചിക്കൻ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കാഷ്യൂനട്ടൊക്കെ മൊരിഞ്ഞ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മറ്റേ 2 ചിക്കന് നമുക്ക് ഏതായാലും ചൂടാനായിട്ട് പോകാം. അതിന് കാട്ടിലേക്കുള്ള യാത്ര. ഇത് കാടെന്ന് തോന്നിപ്പിക്കുന്ന നമ്മുടെ സ്ഥലം തന്നെയാണ്. ഇവിടെ കശുമാവിൻ തോട്ടമായിരുന്നു. ഇപ്പോൾ അത് പച്ചയൊക്കെ പിടിച്ച് കാട് പോലെയായി. അതാണ് കാടെന്ന് പറഞ്ഞത്. നമ്മളിവിടെ 2 കല്ലെടുത്ത് വെച്ച് 2 ഫ്രെയിം എടുത്ത് വെച്ച് ഒരടപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വല്പം മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്ത് തീ പിടിപ്പിക്കുകയാണ്. അവിടെ തന്നെയുള്ള കമ്പും ചുള്ളിയൊക്കെ വെട്ടിയാണ് ഞങ്ങൾ അടപ്പുണ്ടാക്കിയത്. അപ്പോൾ 2 കാര്യം, ഇവിടുത്തെ പരിസരം ഒന്ന് നീറ്റായി കിട്ടും, നമുക്ക് ചിക്കൻ ചുടാനുള്ള തീക്കനലും ആയി കിട്ടും. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഫ്രെയിമൊക്കെ കിട്ടിയത്. ഇതെന്തോ പണി ആവശ്യത്തിന് വേണ്ടി നേരത്തെ ഇവിടെ ചെയ്തിട്ടിരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഷിജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീ പിടിപ്പിക്കുന്നത് പോലെയൊക്കെ കാണിച്ച് തീ ഞങ്ങളാണ് പിടിപ്പിച്ചത്. അത്യാവശ്യത്തിന് നല്ല കാറ്റുള്ളത് കൊണ്ട് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് കൊന്നയാണ്, ഇവിടെ ഉണങ്ങിയതെന്ന് വെച്ചാൽ കൊന്നയൊക്കെ വെട്ടിപ്പെറുക്കി പുള്ളിക്കാരത്ത് തീ ഒന്നും കൂടി ഊർജ്ജസ്വലമായിട്ടൊന്ന് പിടിപ്പിക്കുകയാണ്. അടപ്പൊക്കെ വെച്ച് ഉപയോഗിച്ച് സാധാരണ ചെയ്ത് പരിചയമൊന്നുമില്ല, ഗ്യാസിലാണ് ഒക്കെ ചെയ്യണത്. എന്നാലും അടപ്പ് തീ പിടിപ്പിക്കണതും പഠിക്കണമല്ലോ. ചൂട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ചൂട്ടിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. തീ പിടിച്ച് ചിരട്ടയുണ്ടായിരുന്നു, അതിൻ്റെ കനൽ തന്നെ ധാരാളം ആയിരിക്കും. നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ കനലുണ്ടാക്കി ചിക്കൻ ചുടാറുണ്ട്. കാട്ടിൽ വന്ന് ആദ്യമായിട്ടാണ്. തീ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇരുന്ന് ഇത് കനലായി തീരണം. പിന്നെ ഫോയിലിംഗ് പേപ്പറിൽ പൊതിഞ്ഞ ചിക്കൻ ആയതുകൊണ്ട് പുകമണമൊന്നും ഉണ്ടാവില്ല. ചിക്കനൊക്കെ ആയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ഇത് ചുട്ടുങ്ങാട് വരുമ്പോൾ തന്നെ തീർത്ത് കളയാനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ചിക്കൻ ആദ്യത്തെ വെക്കണേണ്. കൈപൊള്ളി ഇല്ല. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, രണ്ടാമത്തതും വെക്കുക. കൈപൊള്ളി ഇല്ല. കാറ്റുള്ളത് കൊണ്ട് തീ നിൽക്കാത്തത്. നല്ല കാറ്റുണ്ട്. എന്താ ചുറ്റുമുള്ള മലനിരകളാണ്. കാട് പോലെ തോന്നിക്കും, പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കശുമാവൻ തോട്ടം വരുന്നു നേരത്തെ. എക്സസൈസ് ആണേ, ഓരോരുത്തരും മരമൊക്കെ വെട്ടണേണ്. ഇനി ഷിജി തളർന്നെന്ന് തോന്നുന്നു, തീ പിടിപ്പിച്ച് കണ്ട തളർന്നിരുന്ന് വെള്ളം കുടിച്ച്. കഷ്ടപ്പാടേ. ഇപ്പൊ തീ കഷ്ടപ്പാട് കാരണം തീ നല്ലോണം പിടിച്ചിട്ടുണ്ട്. കനലായി, നല്ല കനലായി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊള്ളാതെ എടുത്ത് വീട്ടിലെത്തിക്കണം. ഇതേപോലെ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ പൊക്കിയെടുത്ത് ഇവന്മാര് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചിക്കൻ വറുത്തെടുക്കാം. കാഷ്യൂനട്ട് പുരട്ടി വെച്ചതേ, അതിനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം.
നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആകാനുണ്ട്, അതൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റായി, നല്ല മണമായിരിക്കും. കാരണം കാഷ്നട്ട് ആയതുകൊണ്ടിട്ട് ആ കശുവിൻ്റെ ചുടുന്ന മണവും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതാണ് നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അത് മൊരിയില്ല, വെന്തല്ലേ വരുള്ളൂ. ഇത് നല്ല ഫ്രൈ ആയി വരും. മസാല ബാക്കിയുള്ളതൊക്കെ തേച്ച് ഉള്ളിലൊക്കെ കൊടുക്കാം. ഇനി ഇത് ഈ പാത്രം ചെറുതായതുകൊണ്ട് മറിച്ചിടണം, അതൊരു പണി തന്നെയാണ്. അടി മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെടുത്ത് പതുക്കെ മറിച്ചിടാം. ഏകദേശം അടി മൊരിഞ്ഞിട്ടുണ്ട്. ഷിജുവിനെ എക്സ്പേർട്ടാണ് മറിച്ചിടാനൊക്കെ. അതുകൊണ്ടാ 2 ചട്ടകം എടുത്ത് പിടിച്ച് ചെയ്താണ് നല്ലത്. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയിപ്പോയി, മറിയാൻ പാടാണ്. പൊങ്ങോട്ടെ അങ്ങനെ ഉണ്ടാ. അടി നല്ല മൊരിഞ്ഞിട്ടുണ്ട്. മറ്റേ 2 ചിക്കനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതിനായിരിക്കുള്ളൂ. ഇത് വേഗം തിന്ന് തീർക്കും ആൾക്കാർ. വെളിച്ചെണ്ണയിലും കൂടി മൊരിയണത് കാരണം ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതാ മൊരിഞ്ഞ് കോരി. അതിൻ്റെ ഗ്രേവിയൊക്കെ തന്നെ തിന്നാൻ ടേസ്റ്റാണ്. അതൊക്കെ സെപ്പറേറ്റ് കോരിയോളം അതിൻ്റെ മേളിലേക്ക് ഇടുകയാണ്. ഇനി അൺബോക്സിങ്. നമ്മൾ ചുട്ട കോഴി ഒന്ന് പൊളിച്ചു നോക്കാം. 2 ഏകദേശം നല്ലവണ്ണം അരിഞ്ഞിട്ടുണ്ട്. പുറമൊക്കെ നല്ല ചൂടാണ്, കൈ പൊള്ളിയിട്ട് വയ്യ. ആള് മാറി പിടിക്കട്ടെ, അടുത്ത ആൾ കുളിക്കാൻ പറ്റേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കൈ. ആഹാ, മണം തന്നെ നല്ല സൂപ്പറാ. ആരുടെയും വായിന്ന് വെള്ളം കയ്യിലോട്ടും തുടക്കടി വൃത്തിയിട്ടത് നിങ്ങളെ വായും പൊളിച്ചു വന്ന് നിൽക്കുന്നു. രണ്ടാമത്തത് രണ്ടും 2 ടൈപ്പ് മണമാണ്. വ്യത്യസ്തമായ മസാല ആയതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഉണക്ക അൺബോക്സ് ചെയ്യണ പോലെയാണ് ചിക്കൻ അൺബോക്സ് ചെയ്യണത്. ആഹാ, നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് എന്തായാലും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പ്ലക്കോ. തൊട്ടപ്പം തന്നെ വിട്ടു വന്ന്. ഇതാണ് ചുട്ട കോഴിയെ കൊതിപ്പിക്കുന്ന ഷിജി എന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇത് നമ്മുടെ നാടൻ കോഴിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ജോമിയും ജ്യോതിയും പോലെ ഉണ്ട്. ഒരു കാലുകൾ തമ്മിൽ കൂട്ടിപ്പിടിഞ്ഞ് കിടക്കാൻ പോവാ. ജ്യോതിനെ ആദ്യം തിന്നട്ടെ. കാഷ്നട്ട് ഫ്രൈഡ് ചിക്കൻ. ഇതങ്ങോട്ട് വെക്കണേം കാണാം, തീരണേം കാണാം. എല്ലാവരും വട്ടം വളഞ്ഞിരുന്ന് തിന്നാൻ പോവാ. എടുത്തിട്ട് ഇങ്ങനെ വേണം തിന്നാൻ. ചിക്കൻ മാത്രം പുറത്ത് വന്നിരുന്ന് എല്ലാരും കൂടി തിന്നുമ്പോ തീരണത് അറിയില്ല, ടേസ്റ്റ് കൂടും. ഇത് അംബാസഡർ തന്നെ ഉണ്ടേ. നിലത്തെടുത്ത്
ഇയാളെങ്ങനെ തിന്നും നോക്കാം. ചിക്കൻ വെട്ടിയടിക്കും. അമ്മോ, അല്ല അതിനപ്പുറം കിടന്നവളാണ് ഞാൻ. മുമ്പിൽ ഈ 2 പല്ലുണ്ട്. ആ പല്ലിൽ ദേ വേണോന്നാ പറയണ. ഇനി കൊതിച്ചാണ് ചിക്കൻ കൊതിച്ച്. കമന്ന് തിന്നണ ആള് വന്നിട്ടുണ്ട്. ഇയാള് 4 കാലില് തിന്നുള്ളൂ എപ്പോഴും. പിടി വലിയായി തീരാറായി സാധനം. എനിക്കിപ്പോ ഓർമ്മ വന്നത് പട്ടി തിന്നൂലേ, കടിച്ചു കുറച്ച് അപ്പുറം അതേപോലെയാണ് ഇപ്പൊ എല്ലാം കൂടി തിന്നുന്നത്. ഉണ്ട് ഒരാൾ കയറി അടുത്തോട്ട് വരികയാണ്, കിട്ടൂലെന്നവർക്ക്. ഹലോ ഗെയ്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ കാട്ടിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ച് ചിക്കനൊക്കെ ചുട്ട് നിന്ന് തിരിച്ചു പോരുകയാണ് വീണ്ടും എറണാകുളം എന്ന നഗരത്തിൽ. കാട് തന്നെ എന്ത് രസമല്ല കാണാൻ. സൂര്യൻ അസ്തമിച്ചു തുടങ്ങാറായി. പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് ചരിഞ്ഞു തുടങ്ങി. ട്രാഫിക്കിനൊരു കുറവുമില്ല. കൊറോണ കാലമായാലും യാത്ര ചെയ്യുന്നുണ്ട് ആൾക്കാർ. പഴയൊരമ്പലം, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു തുരങ്കം വന്ന് പകുതിക്ക് വെച്ച് പണി നിർത്തിയിട്ടേക്കണത്. നമ്മളൊക്കെ ആയുസ്സിൽ അതിലൂടെ യാത്ര ചെയ്യുവാന്ന് കണ്ടറിയണം. ഇതാ രാവിലെ വെളുപ്പിന് മറിഞ്ഞ ലോറിയാണ്. അത് പൊക്കാനുള്ള പരിപാടിക്ക് ക്രെയിനൊക്കെ വന്ന് കിടക്കണം. ഇരുട്ട് പരന്ന് വീണ്. ഇനി നമ്മുടെ കൊച്ചി എന്ന നഗരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കാട് വിട്ട് കയറാൻ പോവുകയാണ്. അടുത്ത ഒരു യാത്രയുമായി ഞങ്ങൾ വീണ്ടും വരും. നന്നേ ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി കുളിച്ച് കിടന്നുറങ്ങണം. നാളെ തിങ്കളാഴ്ച പഴയതുപോലെ തന്നെയാവും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ഇടണം. റെഡ് ഫ്ലവർ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ.